ബി.ജെ.പി. നേതാവും നടനുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയ കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ലൈംഗിക ഉദ്ദേശത്തോടുകൂടിയുള്ള ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകയ്ക്കെതിരെ സുരേഷ് ഗോപി നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. IPC 354 വകുപ്പാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാനിടയുള്ള കുറ്റമാണിത്. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയ കുറ്റത്തിന് പോലീസ് ആക്ടിലെ 119A വകുപ്പും ചുമത്തും. അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ആദ്യം ഈ കുറ്റപത്രത്തിൽ അതിലെ വിശദാംശങ്ങൾ പറയാമോ? എന്തോ ഒക്ടോബർ 27 കേസിന് ആസ്പദമായ സംഭവം. അന്ന് സുരേഷ് ഗോപി കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷം ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകരുടെ മേൽ കൈവച്ചത്. ആദ്യം കൈവച്ചപ്പോൾ അത് തട്ടിമാറ്റി എങ്കിലും രണ്ടാമത് വീണ്ടും സുരേഷ് ഗോപി വഹിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മാധ്യമപ്രവർത്തക പോലീസിൽ പരാതി നൽകിയത്. ആദ്യം ഈ പോലീസ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 354A IPC 354A വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തത്. അതായത് പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചു എന്ന രീതിയിലുള്ള വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയത്. അത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നതും. തുടർന്ന് നോട്ടീസ് കൊടുത്ത് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തു. അവിടെ എത്തിയ മറ്റ് മാധ്യമപ്രവർത്തകർ, ഹോട്ടലിലെ ജീവനക്കാർ എന്നിവരടക്കമുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തി. ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഒപ്പം സംഭവം ബി.ജെ.പി. നേതാവ് നടനുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയ കേസിൽ പോലീസിന്റെ കുറ്റപത്രം അത് ഉടനുണ്ടാകുമെന്നുള്ളതാണ് വിവരങ്ങൾ. അതിൽ ബോധപൂർവമായ ലൈംഗിക അതിക്രമം IPC 354 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ അനീഷ് സൂചിപ്പിച്ച പോലെ 354A പകരം അത് 354 2 വർഷം വരെ തടവ് ലഭിക്കാനിടയുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം പോലീസ് ആക്ടിലെ 119A ചുമത്തിയിട്ടുണ്ട്. അനീഷ്, തുടരാം. തീർച്ചയായും ആദ്യം ഈ 354A ജാമ്യമുള്ള, അതായത് വെയിലബിൾ ആയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരുന്നത്. എന്നാൽ പിന്നീട് അന്വേഷണം പൂർത്തിയായതോടുകൂടി ഈ കേസിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. 354 IPC 354 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ലൈംഗികമായ ഉദ്ദേശത്തോടുകൂടി ബോധപൂർവമായ അതിക്രമം സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലും മറ്റു രേഖകളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ പരിശോധിച്ചപ്പോൾ ഈ കുറ്റം ചുമത്തുന്നതിന് പര്യാപ്തമായ പിഴവ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഈ കേരള പോലീസ് ആക്ടിലെ 119A വകുപ്പും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് അറിയിക്കുന്നു. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന കുറ്റമാണ് ഈ 119A വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുറ്റപത്രം കൊടുക്കുകയും ചെയ്യും, കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാനായി നടക്കാവ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയിൽ നിന്ന് വിവരങ്ങൾ തേടുകയും വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ ഈ വീഡിയോ ദൃശ്യങ്ങളും മറ്റും പരിശോധിക്കുകയും മാധ്യമപ്രവർത്തകരുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ നിന്നും ഈ കുറ്റകൃത്യം സുരേഷ് ഗോപി ചെയ്തു എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 354A സ്ഥാനത്ത് 354 വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇനിയും കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി ഒരു വട്ടം കൂടി സുരേഷ് ഗോപി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് നേരിട്ട് ഇനി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് കൈക്കൊള്ളുന്നത്. അടുത്ത ആഴ്ച തന്നെ ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൽദോ. അനീഷ്, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കഴിഞ്ഞ ദിവസം വി മുരളീധരൻ ന്യൂസ് 18 അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു നീക്കം ഇതിന്റെ ഭാഗമായി നടക്കുന്നില്ല? തീർച്ചയായും വളരെ വേഗം കേസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നവംബറിലാണ് ഈ കേസിന്, ഒക്ടോബർ 27 ആ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. നവംബർ 25 സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ഡിസംബർ അവസാനത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. 1.5 മാസത്തിനിടയ്ക്ക് പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ പുതുവർഷ മത്സരത്തിൽ തന്നെ, അതായത് അടുത്ത ആഴ്ചയിൽ, ഈ ആഴ്ച അവസാനിക്കുന്ന
അടുത്ത ആഴ്ചയിൽ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. പിന്നീട് സുരേഷ് ഗോപി കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം തേടുകയും ആ ജാമ്യത്തിന് അപേക്ഷ നൽകുകയൊക്കെ ചെയ്ത് നിയമത്തിന്റെ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടുന്ന ഒരു പ്രതിയായി സുരേഷ് ഗോപി മാറും എന്നാണ് നമുക്ക്